നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. മുല്ലപ്പെരിയാറിൽ ജലം ആശങ്കയുടെ അതിർത്തി രേഖയിൽ. ജലനിരപ്പ് 142 അടി. ആശങ്കയുടെ ആഴം വർദ്ധിപ്പിച്ച് വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നു. ഷട്ടറുകൾ തുറക്കേണ്ടെന്നും അധിക അളവിൽ വെള്ളം കൊണ്ടുപോയി ജലനിരപ്പ് 142 അടിയിൽ നിലനിർത്തുവാനും തമിഴ്നാട്. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് സെക്കൻഡിൽ 2300 ഘന അടിയായാൽ മാത്രം ഷട്ടർ തുറന്നാൽ മതിയെന്ന് തേനി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം. മുതലെടുക്കാൻ തമിഴ്നാട്, മിണ്ടാനാവാതെ കേരളം. അണക്കെട്ടിന് കുഴപ്പമില്ലെന്ന് സ്ഥാപിക്കാൻ തമിഴ്നാട് പയറ്റുന്നത് ഗൂഢതന്ത്രം. ശ്രമിക്കുന്നത് ഷട്ടറുകൾ തുറക്കാതെ ജലനിരപ്പ് ഇപ്പോഴത്തെ നിലയിൽ 48 മണിക്കൂർ നിലനിർത്തുവാൻ. വെള്ളം 142 അടി കടക്കാതെ ആക്ഷേപം ഉന്നയിക്കാനാവാതെ കേരളം. അധിക അളവിൽ വെള്ളമെടുത്ത് തമിഴ്നാടിന്റെ കളി തുടരുന്നു. ആ 4 പേർ പിടിയിൽ. തൃശൂരിൽ മോഷ്ടാക്കളുടെ മർദ്ദനമേറ്റ് ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. മോഷണം ആസൂത്രണം ചെയ്തത് അയൽവാസിയായ ഷൈനി. പിടിയിലായത് ഷൈനിയും പ്രായപൂർത്തിയാകാത്ത മകനും സുഹൃത്തും ഷൈനിയുടെ കാമുകൻ മനോജും. സംഭവം നടന്നത് ബുധനാഴ്ച രാത്രി. ആക്രമണത്തിൽ കൂർക്കഞ്ചേരി സ്വദേശി വിൻസെന്റ് ആണ് മരിച്ചത്. ഭാര്യ ലില്ലിക്ക് പരിക്കേറ്റു. വമ്പുകാട്ടാൻ കൊമ്പന്മാർ വീണ്ടും. ഹോം ഗ്രൗണ്ടിൽ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. മത്സരം അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയോട്. പോരാട്ടം വൈകിട്ട് 7-ന് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ. പോയിന്റ് നിലയിൽ ബ്ലാസ്റ്റേഴ്സ് 3-ാം സ്ഥാനത്ത്, കൊൽക്കത്തയ്ക്ക് 2-ാം സ്ഥാനം. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.